ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നിനാണ് ഇപ്പോൾ കായിക ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പ്രീ ക്വാർട്ടറിലെ അതിശക്തരായ ബ്രസീലിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോർവേ ചരിത്രത്തിലാദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. നോർവീജിയൻ ഗോൾ മിഷ്യൻ എർലിംഗ് ഹാളൻഡിന്റെ തകർപ്പൻ ഇരട്ട ഗോളുകളാണ് ബ്രസീലിയൻ ക്യാനറുകളെ കണ്ണീരിലാഴ്ത്തിയത്. എന്നാൽ ഈ കനത്ത പരാജയത്തിന് പിന്നാലെ ബ്രസീലിയൻ ക്യാമ്പിൽ വൻ വിവാദങ്ങളും നാടകീയ രംഗങ്ങളുമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മത്സരത്തിൽ സൂപ്പർ താരം നെയ്മറെ ആദ്യ 11-ൽ ഉൾപ്പെടുത്താതെ ബെഞ്ചിലിരുത്തിയ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ലോകകപ്പ് പോലൊരു നിർണായക പോരാട്ടത്തിൽ നെയ്മറെ പോലൊരു പരിചയസമ്പന്നനായ ഇതിഹാസ താരത്തെ തുടക്കത്തിൽ മാറ്റി നിർത്തിയത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പിഴവാണെന്ന് ആരാധകരും മുൻ ഫുട്ബോൾ താരങ്ങളും ഒരേപോലെ കുറ്റപ്പെടുത്തുന്നു. ആഞ്ചലോട്ടിയുടെ ഈ അനാവശ്യ പരീക്ഷണമാണ് ടീമിന്റെ പരാജയത്തിന് കാരണമായതെന്ന് വിലയിരുത്തുന്നുമുണ്ട്. ഇതിനു പുറമെ ഈ ലോകകപ്പ് തോൽവിയോടെ താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുകയാണെന്ന നെയ്മറുടെ പെട്ടെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ക്യാനറി ആരാധകരെ വൻ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. വിരമിക്കൽ വാർത്ത ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സ്റ്റേഡിയത്തിൽ 3-ാം മിനിറ്റിൽ നോർവേ വലകുലുക്കിയെങ്കിലും ഓഫ്സൈഡ് വിധി ബ്രസീലിന് തുണയായി മാറുകയായിരുന്നു. 14-ാം മിനിറ്റിൽ ലഭിച്ച സുവർണ പെനാൽറ്റി അവസരം മിഡ്ഫീൽഡർ ബ്രൂണോ നഷ്ടപ്പെടുത്തിയതോടെ ആദ്യ പകുതി ഗോളില്ലാതെ പിരിഞ്ഞു. 2-ാം പകുതിയിൽ വൈകിയാണ് ആഞ്ചലോട്ടി മാറ്റങ്ങൾക്ക് തയ്യാറായത്. 67-ാം മിനിറ്റിലാണ് നെയ്മറെ പകരക്കാരനായി കളത്തിലിറക്കിയത്. എന്നാൽ 79-90 മിനിറ്റുകളിൽ അസിസ്റ്റുകളിൽ നിന്ന് ഹാളണ്ട് നേടിയ മനോഹരമായ ഗോളുകൾ നോർവേക്ക് മികച്ച ലീഡ് നൽകി. ഈ ലോകകപ്പിലെ ഹാളണ്ടിന്റെ 7-ാം ഗോളായിരുന്നു ഇത്. ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ നെയ്മർ ഒരു ഗോൾ മടക്കിയെങ്കിലും ബ്രസീലിനെ രക്ഷിക്കാൻ അത് മതിയാകുമായിരുന്നില്ല. ഒടുവിൽ റഫറിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ കാനറി പടയുടെ ലോകകപ്പ് മോഹങ്ങൾ സ്റ്റേഡിയത്തിൽ കണ്ണീരോടെ അവസാനിച്ചു. ഒരു വശത്ത് നെയ്മർ എന്ന ഇതിഹാസത്തിന്റെ കാനറി മഞ്ഞക്കുപ്പായത്തിലെ മാന്ത്രികമായ യുഗത്തിന് വികാരപരിതമായ അന്ത്യമാകുമ്പോൾ, മറുവശത്ത് ഫുട്ബോൾ ലോകത്തെ പുതിയ രാജാക്കന്മാരുടെ ഉദയത്തിനായിരുന്നു സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഫുട്ബോൾ ചരിത്രത്തിന്റെ പുസ്തകത്തിലേക്ക് നോർവേ തങ്ങളുടെ പേര് സുവർണ ലിപികളാൽ എഴുതി ചേർക്കുകയാണ്. ബ്രസീലിയൻ സാമ്രാജ്യത്തിന്റെ കോട്ടവാതിലുകൾ തകർത്തെറിഞ്ഞ് എർലിംഗ് ഹാളണ്ട് എന്ന ഗോൾ വേട്ടക്കാരന്റെ കരുത്തിൽ നോർവീജിയൻ വൈക്കിങ്ങുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നു. കാനറി പടയുടെ പ്രതാപകാലം അവസാനിക്കുന്നിടത്ത് നിന്ന് ഫുട്ബോൾ ലോകം ഇനി ഭരിക്കാൻ പോകുന്നത് നോർവേയുടെ ഈ പുത്തൻ തലമുറയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സുവർണ ചരിത്രം കുറിക്കുന്നു.